എന്ത് ചെയ്തിട്ടും എൻ്റെ വീട്ടിൽ മുരിങ്ങാക്കമ്പ് പിടിക്കുന്നില്ല എന്ന പരാതിയും പരിഭവമുള്ളവർ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും മുരിങ്ങ പിടിക്കും, അതും കായ പിടിക്കുന്ന മുരിങ്ങ. വീഡിയോ കണ്ടാൽ മാത്രം പോരാ, വീഡിയോയിൽ പറയുന്നത് പൂർണ്ണമായിട്ടും കേട്ട് സ്കിപ്പ് ചെയ്യാതെ കേട്ട് മനസ്സിലാക്കുക. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. ഇത് ചെടി മുരിങ്ങയുടെ കൊമ്പാണ്. നിറയെ പൂവും കായൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കായ പിടിക്കുന്ന കൊമ്പാണ്. അപ്പോൾ മുരിങ്ങയെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നത് ആവശ്യമില്ല. മുരിങ്ങ നമുക്ക് എല്ലാ കാര്യത്തിനും നല്ല ഉപയോഗമാണ്. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് എല്ലാത്തിനും മുരിങ്ങയുടെ പൂവും മുരിങ്ങയുടെ കായും മുരിങ്ങയുടെ ഇലയും എല്ലാം ഉപയോഗമാണ്. അതിലുപരി മുരിങ്ങക്കാലൊക്കെ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ടെങ്കിൽ അതിൽ കുരുമുളക് പടർത്തിയാൽ കുരുമുളകിന് പ്രത്യേകമായിട്ടുള്ള നല്ലൊരു എനർജിയൊക്കെ കുരുമുളകിന് കിട്ടും. അപ്പോൾ വള്ളി നല്ല രീതിയിൽ പടർന്ന് നല്ല കായ്ഫലമുള്ള കുരുമുളക് കായ്ക്കും ചെയ്യും. അപ്പോൾ അത് രണ്ടാമത്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മുരിങ്ങ എല്ലാ പറമ്പിലും നല്ല രീതിയിലൊന്നും വളരില്ല. ഇപ്പോൾ തൈ കൊടുന്ന് വെച്ചാൽ ചിലപ്പോൾ നല്ല രീതിയിൽ വളർന്നു നിന്നാലും കമ്പ് കുഴിച്ചിട്ടാൽ അത് വളർന്നു കാണില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഈ അഴുകിയ മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കണ്ടൊരു മെത്തേഡ് ഇതാണ്. ഇത് വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഈ മുരിങ്ങക്കൊക്കെ ഫസ്റ്റിൽ നമ്മൾ കമ്പ് കുഴിച്ചിടുമ്പോൾ അതിൻ്റെ വേര് ചെറിയ വേരായി, അത് ഈ അടഞ്ഞ മണ്ണിൽ പായാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെറിയ വേരായിട്ട് ഇങ്ങനെ കുറേ കാലം പൊടിച്ചിങ്ങനെ നിന്ന് പിന്നെ താനെ ഒരു മഴയൊക്കെ വരുമ്പോൾ കൊണ്ട് ഉണങ്ങി പോകും. അതാണ് ഇപ്പോൾ ഇവിടെ പതിവ്, നമ്മളെ പറമ്പിലൊക്കെ ഉണ്ടായിട്ടുള്ള പതിവ്. അപ്പോൾ അതിന് നമ്മൾ തുടക്കത്തിൽ തന്നെ അതിൻ്റെ വേരൊക്കെ പായാനും കനം വെക്കാനും നമ്മളിപ്പോൾ കണ്ടൊരു വിദ്യയാണ് ഇപ്പോൾ നമ്മളിവിടെ കാണിക്കുന്നത്. ഇതിപ്പോൾ ചെറിയ കുഴിയാണ്, നമ്മൾ കല്ല് കുറച്ച് കുറവാണ്, അപ്പോൾ അതുകൊണ്ട് ചെറിയ കുഴിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് ഒരു കല്ല്. നല്ല കൽപ്പൂയുടെ ചുവന്ന മണ്ണുണ്ട്, പക്ഷെ അത് നമ്മളെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതെടുത്തിട്ടുള്ളത്. കൽപ്പൂവിൻ്റെ ചുവന്ന മണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ കല്ലൊക്കെ അടങ്ങിയിട്ടുള്ള ചുവന്ന മണ്ണുണ്ട്. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല വട്ടത്തിൽ കുഴിയെത്തിയിട്ട് ഇതുപോലുള്ള മണ്ണിലാണ് ഞാൻ പറയുന്നത്. വട്ടത്തിലുള്ള കുഴിയെത്തിയിട്ട് ഈ കൽപ്പൂയി മണ്ണ് നിറക്കുക. കല്ലും മണ്ണൊക്കെ മണ്ണിന് ഒരു എയർ കിട്ടുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ ഈ മണ്ണൊക്കെ എന്ന് പറഞ്ഞാൽ ചെടികൾക്ക് പെട്ടെന്ന് എയർ കിട്ടില്ല, വേരായാസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എയർ കിട്ടുന്ന രീതിയിൽ നമ്മൾ ഈ കൽപ്പൂയി മണ്ണൊക്കെ അങ്ങനത്തെ മണ്ണാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഈ കമ്പ് നട്ടുപിടിപ്പിച്ചാൽ മതി. അതിൻ്റെ ചുറ്റോറം ഇതേപോലത്തെ മണ്ണിട്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് കൽപ്പൂയി കിട്ടാത്തതുകൊണ്ട് ഇവനെ ഇങ്ങോട്ട് അടിച്ച് കൽപ്പൂയി ആക്കും, ഒരു പരുവത്തിലാക്കുകയാണ്. അപ്പോൾ അടിക്കുമ്പോൾ കണ്ണിലേക്കൊക്കെ തെറിക്കും. മുരിങ്ങ വളരാത്തതുകൊണ്ട് വളർത്തിയെടുക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ ഇങ്ങനെ പൊടിച്ച കല്ല് കുറച്ച് അടിയിലിട്ട് കൊടുക്കുക. പിന്നീട് ഈ കമ്പ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ചുറ്റുപുറം നമ്മൾ ഈ കല്ല് തന്നെ ഇട്ട് കൊടുക്കുക. ശരിക്കും ചുറ്റുപുറം കല്ലിട്ട് കൊടുക്കുക. അങ്ങനെ കമ്പ് വെച്ചതിന് ശേഷം അതിൻ്റെ ചുറ്റുപുറം ഇതുപോലെ കല്ലും അതിൻ്റെ മണ്ണൊക്കെ കൂടി ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് മണ്ണിട്ടിട്ട് ഒന്ന് വെള്ളം പാർന്ന് അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ മണ്ണുകളും കൂടി ഉണ്ട് ചേർന്നാൽ പിന്നെ പൊടിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും പൊടിച്ചു വരും. പിന്നെ അതിൻ്റെ മുമ്പേ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇതുപോലുള്ള കമ്പുകളൊക്കെ മുറിച്ച് കഴിഞ്ഞ ഉടനെ നടാൻ പാടില്ല. മുറിച്ചിട്ട് ഒരാഴ്ച നമ്മളെ ഒരു തണലത്ത് പറമ്പിലിട്ട് കൊടുക്കുക. തണലുള്ള ഭാഗം, അല്ലാതെ വെയിൽ കൊള്ളാത്ത ഭാഗത്ത് കമ്പിട്ട് കൊടുക്കുക. അങ്ങനെ ആ മുറിവിൻ്റെ അതൊക്കെ മാറിയതിൻ്റെ ശേഷം ഇതുപോലെയൊക്കെ പൊടിച്ച് വന്നേ നിൽക്കും, അല്ലെങ്കിൽ പൊടിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോഴാണ് നട്ടു കൊടുക്കേണ്ടത്. അങ്ങനെ നട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിലൊക്കെ ഇതുപോലെ നിങ്ങൾ നട്ട് കഴിഞ്ഞാൽ ഉണ്ടാവും. നമ്മൾ മുമ്പേ നട്ടത് ഒരാഴ്ച മുമ്പേ നട്ട് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ ഒരാഴ്ച മുമ്പ് നട്ടതാണിത്. നല്ല രീതിയിൽ പൊടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ എങ്ങനെ നട്ടാലും ഇതേപോലെ പൊടിച്ച് വരും. പക്ഷേ ഇത് പൊടിപ്പതിൻ്റെ ദീർഘായുസോട് കൂടിയിട്ട് നല്ല രീതിയിൽ കരുത്തോടെ പോകണം. അപ്പോൾ കരുത്തോടെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയും മുരിങ്ങ പിടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഈ പറമ്പിൽ മുരിങ്ങ പിടിക്കുന്നില്ല എന്നങ്ങോട്ട് എഴുതി തള്ളാം. അപ്പോൾ നമ്മളിങ്ങനെ കുറേ മുരിങ്ങ പിടിച്ചിട്ടുണ്ട്. നമ്മൾ കുരുമുളക് വെക്കാനും മുരിങ്ങയുടെ കായ തിന്നാനും ഇല പറിക്കാനും പൂവ് എല്ലാത്തിനും വേണ്ടിയാണ് നമ്മൾ ചെയ്തുള്ളത്. അടഞ്ഞ മണ്ണിലൂടെ വേര് പായാൻ പ്രയാസമാണ്. അത് ഏത് ചെടിയാണെങ്കിലും ശരി, പ്രത്യേകിച്ച് മുരിങ്ങയുടെ ചെടി പെട്ടെന്ന് ഈ ചെറിയ വേരൊക്കെ ആയിരിക്കും കമ്പ് കുത്തിയാൽ. അപ്പോൾ അത് ഈ അടഞ്ഞ മണ്ണിൽ കിടന്നിങ്ങനെ നിൽക്കുക എന്നല്ലാതെ ചെടിക്ക് വളർച്ച ഉണ്ടാവില്ല. അപ്പോൾ വേരൊക്കെ ഒന്ന് കനം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഏത് അടഞ്ഞ മണ്ണിലൂടെയും
വേരുകൾ പായും. അപ്പോൾ വേര് കനം വെക്കാനും വേര് പായാനും വേണ്ടിയാണ് നമ്മൾ ഈ മെത്തേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. തീർച്ചയായിട്ടും നല്ല റിസൾട്ട് തന്നെ കിട്ടുള്ളൂ, അത് 100% ഗ്യാരണ്ടി. പിന്നെ ഇതൊക്കെ ചെയ്യുന്നത്, ഈ പറഞ്ഞ മാതിരിയൊക്കെ ചെയ്യുന്നത് നല്ല വെയിലുള്ള സ്ഥലത്തായിരിക്കണം കേട്ടോ. അതും കൂടി നമ്മൾ മുരിങ്ങ നടുമ്പോൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കമ്പ് മുറിച്ച് ഒരാഴ്ചയോളം തണലത്ത് ഇട്ടതിന് ശേഷം വീട്ടിൽ നല്ല വെയിലുള്ള സ്ഥലത്ത് നോക്കി, വെള്ളം നിൽക്കാത്ത സ്ഥലം നോക്കി ഇതേ രീതിയിലൊന്ന് നട്ടുപിടിപ്പിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലും മുരിങ്ങ പിടിക്കും. ഇതിപ്പോൾ നമ്മുടെ ടെറസിൻ്റെ മേലെ ഉണ്ടായിരുന്ന മുരിങ്ങയാണ്. അപ്പോൾ അതിങ്ങോട്ട് താഴേക്ക് കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ ഇതുപോലെ മറ്റു മുരിങ്ങയൊക്കെ പൊടിച്ച് പൂവും കായൊക്കെ ആയതിന് ശേഷം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എല്ലാവരും വീഡിയോ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.